ഓം നമോ നാരായണായ. സീതാദേവി എവിടെയുണ്ടെന്നും ആരാണ് അവിടേക്ക് കൊണ്ടുപോയതെന്നും ശബരി തപസ്വിനി പറയുന്നു. സീതാദേവിയെ വീണ്ടെടുക്കുന്നതിനുള്ള വഴിയെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. സീതാദേവി ലങ്കയിൽ ഉണ്ടെന്നും കൊണ്ടുപോയതു രാവണനാണെന്നും ഋഷമൂകം എന്നു പേരുള്ള പർവ്വതത്തിൽ സൂര്യപുത്രനായ സുഗ്രീവൻ ഇരിക്കുന്നുണ്ടെന്നും സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കണമെന്നും ശബരി തപസ്വിനി പറയുന്നു. ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തവ മുക്തിയും അടുത്തിതു നിനക്കു തബോധനെ. ജാനകി മാർഗം അറിഞ്ഞിടിൽ നീ പറയണം കനവ നീതാശിത മൽപ്രിയ മനോഹരി. രാഘവ വാക്യമേവം കേട്ടൊരു ശബരിയും അകുലമകലുമാറാദരാൽ ഉരച്ചതാൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ തണ്ടലാർ മകളെ ഞാൻ. മുമ്പിലാമാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗേ. പശ്യപർവ്വതാവരം ഋഷ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായി അനുദിനം. ബലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാൻ അവനെ വഴി പോലെ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും.